സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ദിവസവും അടുക്കളയിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഉള്ളിത്തൊലി ഒരു മികച്ച ജൈവവളം കേട്ടോ, ജൈവ കീടനാശിനിയാണ്. അവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നല്ല വിളവ് നേടാൻ സാധിക്കും. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഉള്ളിത്തൊലി ധാരാളം കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവ ചെടിയുടെ വളർച്ചയ്ക്കും പുഷ്ടിപ്പിനുമൊക്കെ ഏറ്റവും നല്ല ഘടകങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ബക്കറ്റിലിട്ട് വെക്കുക. ആദ്യം നന്നായിട്ട് ബക്കറ്റിലിട്ട് നികമ്പെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ടാകും. ഇവ എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പീച്ചിട്ട് അത് അതിൻ്റെ സ്ലെറി എടുക്കുക, ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഈ സ്ലെറിയിൽ കുറച്ചും കൂടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചുറ്റും ഒഴിച്ചു കൊടുക്കുക. തടത്തിൽ ഒഴിച്ച് മുളകിനും വെണ്ടയ്ക്കും വഴുതിനയ്ക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് നമ്മൾ സ്പ്രെയറിലാക്കിയിട്ട് ഇലകളിൽ തളിക്കുകയും ചെയ്യാം. ഇതൊരു കീടനിയന്ത്രണത്തിനും കൂടെ നല്ലതാട്ടോ. കാരണം ഇതിനകത്തൊരു നീറ്റലും പുകച്ചിലും ഒക്കെ ഉള്ളൊരു ഘടകം കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളീച്ച, ഇലപ്പേന, ഒരു ഫംഗസ് ഒക്കെ ഉണ്ടാവും ചെടികൾക്കാണ്, ഫംഗസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ പിശുടൊക്കെ എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു കപ്പൊക്കെ എടുത്തിട്ട്, നമ്മൾ കാരണവന്മാരൊക്കെ പണ്ട് ഉള്ളിത്തൊലിയൊക്കെ പച്ചക്കറി തോട്ടത്തിൽ ഇടുന്ന കാണാം. എന്നിട്ടും ലേശം മണ്ണും വെതറും, അതിൻ്റെയൊക്കെ ഏകദേശം തുല്യമാണ്. ഇപ്പോൾ ഈ പിശുടെ എടുത്തിട്ട് നമ്മളൊരു ചെറിയ കപ്പിൽ, ഓട്ടയുടെ കപ്പ്, അതൊരു അടുക്കള തോട്ടത്തിൽ അങ്ങിങ്ങായി കുഴിച്ചിട്ടേക്കണം. അതിലേക്ക് ഇട്ട് വെച്ച് അതൊന്ന് മൂടി വെച്ചാൽ മതി. അതിലേക്കും വേരുകൾ വന്നിട്ട് ഈ വെള്ളം വലിച്ചെടുത്ത് നല്ല ആരോഗ്യത്തോടെ വളർന്നോളും. അപ്പോൾ ഇങ്ങനെ 3-4 നിയന്ത്രണത്തിലൂടെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന തക്കാളി, വഴുതന, പച്ചമുളകൊക്കെ നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കും. വെണ്ടയൊക്കെ വിളയിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.